ഹലോ, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നൊയമ്പ് ലഞ്ച് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ചുമന്നരിയുടെ ചോറെടുത്തു. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കറി വെക്കാം, ഉണ്ടാക്കിയ ചട്നി വെക്കാം. ഇറച്ചിയും മീനും വെച്ച് കഴിക്കുന്നതിനേക്കാൾ ധാരാളം ആഹാരം ഈ കറി കൂട്ടി നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പൊ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അച്ഛമ്മ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. മഞ്ഞളോട് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവി. ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം, വാഴയ്ക്ക കട്ട് ചെയ്തിട്ട്, വരിക്കച്ചക്ക അതായത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യണം. വരിക്കച്ചക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം, മുരിങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കാം, സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമുക്ക് തുറക്കാം. തക്കാളിക്ക് കട്ട് ചെയ്തതും കുറച്ച് മാങ്ങയുണ്ട്, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചോണ്ട് വരാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ചുമന്ന മുളകിന്റെ പൊടി, മഞ്ഞള്, പച്ചമുളക്, തേങ്ങ, ഇതെല്ലാം നമുക്ക് വൃത്തിയായിട്ടൊന്ന് അരച്ചോണ്ട് വരാം. ഈ തേങ്ങയുടെ കൂടെ ഒരു സ്പൂൺ ചെറിയ ജീരകം കൂടെ ഇടണം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചോണ്ട്. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കല്യാണ സദ്യക്കൊക്കെ കടലയായിട്ടുണ്ട് അല്ലേ, നമ്മൾ രാജ്മ വേവിച്ചതായിട്ട് കൊടുക്കുന്നത്. രാജ്മ വേവിച്ചതിട്ട് കൊടുക്കാം. അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ബൗള് കഴുകിയ വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വേവിച്ചെടുക്കട്ടെ. പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ആ ചെറിയ തീയിൽ വെന്ത് വരണം. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിനകത്തോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത്, കുറച്ച് ഉള്ളി കട്ട് ചെയ്ത്, കറിവേപ്പില എല്ലാം കൂടെ നമുക്കൊന്ന് അവിയലും ഈ ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കും. ഒരു ചമ്മന്തി കൂടെ കൂട്ടി ഇന്ന് നമുക്ക് ഈ നോയമ്പിൻ്റെ ലഞ്ച് റെഡിയാക്കി എടുക്കാം. ഇത് റെഡിയാക്കി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് മൊരിയട്ടെ. കടുവറുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിയൽ. പുതിന ഇലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് വൃത്തിയായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചോണ്ട് വരാം. ആ ചമ്മന്തി നമ്മൾ അരച്ചു. ഇനി അതിനകത്തോട്ട് ഒരല്പം നാരങ്ങ നീരോട് ഒഴിച്ചു കൊടുത്ത് പുതിന ചമ്മന്തി റെഡി. ഇതിനകത്ത് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ആ അവിയലും ഈ പുതിന ചട്നിയും കൂടെ കൂട്ടി ഇന്നത്തെ ലഞ്ച് നമുക്ക് കഴിക്കാം. നോയമ്പിൻ്റെ നല്ലൊരു കറി. നമ്മൾ ഇറച്ചി കൂട്ടി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഹാരം ഈ ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും.